വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NREG വർക്കേഴ്സ് യൂണിയൻ മാർച്ചും ധർണയും നടത്തി. തൊഴിൽ ദിനങ്ങൾ 200 ഉയർത്തുക, പ്രതിദിന കൂലി 600 രൂപയായി വർദ്ധിപ്പിക്കുക, അപ്രായോഗിക NMMS, ജിയോ ടാഗ് എന്നിവ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. NREG വർക്കേഴ്സ് യൂണിയൻ കയ്പമംഗലം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ CPM ലോക്കൽ സെക്രട്ടറി BS ശക്തിധരൻ ഉദ്ഘാടനം ചെയ്തു. ആ പണിസ്ഥലത്തിരുന്ന് നമ്മളെ കളിയാക്കുന്ന ആളുകൾക്ക് വേണ്ടി, ഇത് മോദിയുടെ കാശാണ് എന്ന് പറയുന്ന ആളുകൾക്ക് കൂടി വേണ്ടിയിട്ടാണ് ഈ സമരം ഇന്ന് ഇവിടെ നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി 50 പൈസ കൂട്ടിയാൽ അവർക്ക് ആദ്യം കിട്ടും, നമ്മൾ രണ്ടാമതേ പോകുള്ളൂ. അരമണിക്കൂർ വ്യത്യാസം വരുത്തിയാൽ അവർ ആദ്യം ആ സമയത്ത് കയറിപ്പോകും, നമ്മൾ രണ്ടാമതേ കയറിപ്പോവുള്ളൂ. അതിലൊന്നും ഒരു പ്രയാസമില്ല. അത് സമരങ്ങളുടെ ചരിത്രം അങ്ങനെയാണ്. സമരം ചെയ്യുന്നത് അവനവന് വേണ്ടി മാത്രമല്ല, അത് സഹജീവികൾക്ക് വേണ്ടി കൂടിയാണ്. ആ ബോധത്തോടെയാണ് നമ്മൾ ഈ സമരത്തിൽ പങ്കെടുക്കുന്നത്. ഇനിയും അത്തരത്തിലുള്ള വിമർശനങ്ങളും കളിയാക്കലുകളെല്ലാം നിങ്ങളെപ്പോലുള്ളവർക്ക് കേൾക്കേണ്ടി വരും. അങ്ങനെ കേട്ടാലും ഇത് രാജ്യത്തെ തൊഴിലാളികളുടെ അഭിമാനത്തിന്റെ ഭാഗമാണ്. ഈ ലോകത്തെല്ലാ രാജ്യത്തുമുള്ള തൊഴിലാളികൾ തൊഴിലുടമകളുടെ അടിമകളായിരുന്നു. ഇവിടെ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെല്ലാ രാജ്യത്തും എല്ലാ രാജ്യത്തുമുള്ള തൊഴിലാളികൾക്ക് അവകാശമുണ്ട്. അവർക്ക് വിശ്രമിക്കാൻ അവകാശമുണ്ട്, വിനോദത്തിന് അവകാശമുണ്ട്, സമയത്തിന് പരിമിതിയുണ്ട്, കൂലി എപ്പോൾ തരണമെന്ന് സംബന്ധിച്ചെല്ലാം എല്ലാ രാജ്യത്തും അതിനെതിരായ പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തല്ല ആദ്യം തുടങ്ങിയത്. അമേരിക്കയിലെ ചിക്കാഗോയിൽ ഒരു സെറ്റ് തൊഴിലാളികൾ ചുവന്ന കൊടിയും പിടിച്ചുകൊണ്ട് 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം എന്ന ഒരു മുദ്രാവാക്യം ഉയർത്തി. 100 ചില്ലാനും കൊല്ലത്തിന് മുമ്പാണ്. ആ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും അന്ന് അമേരിക്കൻ ഭരണാധികാരികൾ വെടിവെച്ചു വന്നു. ആ വെടിവെച്ചു വന്നെങ്കിലും ലോകമെമ്പാടും അത് അംഗീകരിക്കപ്പെട്ടു. ലോകത്തെമ്പാടും ആ സമരത്തിന്റെ ദിവസം തൊഴിലാളികളുടെ ദിനമായി ആ ചിക്കാഗോക്ക് പുറത്ത്, ആ ഭൂഖണ്ഡത്തിന് പുറത്ത് ലോകത്തെമ്പാടുമുള്ള രാജ്യങ്ങളിൽ ആ സമരം മെയ് മാസം 1-ാം തീയതി മെയ് ദിനം തൊഴിലാളികളുടെ ദിനമായി ആചരിച്ചു. NREG വർക്കേഴ്സ് യൂണിയൻ ഏരിയ പ്രസിഡന്റ് ഓമന ഗോപി അധ്യക്ഷയായി. നേതാക്കളായ KS കാസിം, TV സുരേഷ്, PL പോൾസൺ, വസുമതി എന്നിവർ സംസാരിച്ചു. NREG വർക്കേഴ്സ് യൂണിയൻ എടത്തിരുത്തി പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച മാർച്ച് CPM നാട്ടിക ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ശ്രീദേവി ദിനേശ് അധ്യക്ഷയായി. നേതാക്കളായ AV സതീഷ്, PH ബാബു, മണിചന്ദ്രൻ, സുബൈദ അബ്ദുൽ ജബ്ബാർ തുടങ്ങിയവർ സംസാരിച്ചു. ആഘോഷവേളകളിൽ സ്വർണ്ണത്തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ ജ്വല്ലറി. അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള BIS 916 സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന തൃപ്രയാറിലെ ഏക ജ്വല്ലറി മുഗൾ ജ്വല്ലറി. ഏറ്റവും പുതിയ മോഡലുകൾ, ഏറ്റവും കൂടുതൽ സ്റ്റോക്ക്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു. കേരള, കൽക്കട്ട, സിംഗപ്പൂർ, അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം. സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജ്വല്ലറി, NH17 റോഡ്, തൃപ്രയാർ. You're watching True Line News.